പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 വൃശ്ചിക മാസം 22-ാം തീയതി, അതായത് 2024 ഡിസംബർ മാസം 7-ാം തീയതി ശനിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാകും. മന്ദവാരം അഥവാ ശനിയാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയവും അസ്തമയവും തൃശ്ശൂരിൽ വരുന്നത് കാലത്ത് 6:34-നും അസ്തമയം വൈകിട്ട് 5:59-നുമാകുന്നു. നാളത്തെ തിഥി അതിശക്തമായ ഷഷ്ഠി തിഥിയാകുന്നു. നാളെയാകുന്നു നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കേണ്ടത്. അതിനാൽ തലേന്നാൾ നിങ്ങൾ ഉച്ചക്ക് അരിയാഹാരമൊക്കെ വർജിച്ച് ഒരു നേരമാക്കുക നിങ്ങളുടെ ഭക്ഷണം. നിങ്ങൾ സുബ്രഹ്മണ്യനെ ഭജിക്കണം. നാളെ കാലത്ത്, ശനിയാഴ്ച കാലത്ത് രാവിലെ സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് ഓം വജത് ഭുവേ നമഃ എന്ന പ്രാർത്ഥന മൂലമന്ത്രം ചൊല്ലുക. അതേ രീതിയിൽ സുബ്രഹ്മണ്യന് ഇഷ്ടപ്പെട്ട കടും പായസം, മധുരം കൂടിയ വെള്ളപ്പായസം നിങ്ങൾക്ക് അരിപ്പായസമായി സമർപ്പിക്കുന്ന നെയ്യൊക്കെ അതിലിട്ടിച്ച് ഒരു ഇല കൊണ്ട് മൂടി സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് വെച്ച് ഈ പ്രാർത്ഥന തുടങ്ങുക. അതിനുശേഷം എല്ലാവർക്കും പ്രസാദം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. സുബ്രഹ്മണ്യ പ്രീതിയിലൂടെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും. അത്ര ശക്തമാണ് സുബ്രഹ്മണ്യൻ്റെ സാന്നിധ്യം. സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ഞാൻ സൂചിപ്പിച്ചു, ഓം വജത് ഭുവേ നമഃ. നിങ്ങൾക്ക് 108 തവണ ജപിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 9, 9ൻ്റെ പര്യായപദങ്ങളായി 18 അല്ലെങ്കിൽ 36 തവണ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ശാരീരികമായ വളരെയധികം ഒരു വിദ്യുത് പ്രവാഹം നിങ്ങളുടെ പ്രവഹിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, ദർശിക്കാവുന്നതാണ്, അനുഭവിക്കാവുന്നതാണ്. അതേ രീതിയിൽ സുബ്രഹ്മണ്യൻ്റെ മന്ത്രമാകുന്നു ഷടാനനും കുങ്കുമരക്തവർണം മഹാമതിയും ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യ എന്ന മന്ത്രം. ഗുഹൻ, ഷൺമുഖൻ, സ്കന്ദൻ, വേലായുധൻ, അർമുഖൻ, ഇതൊക്കെ സുബ്രഹ്മണ്യൻ്റെ പര്യായ പദങ്ങളാകുന്നു. സുബ്രഹ്മണ്യ പ്രീതി വളരെ നല്ലതാകുന്നു. ഒരു വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും, മക്കൾക്ക് അവരുടെ വിവാഹ വിഷയമായാലും, യുവതികൾക്ക് ഗർഭധാരണ വിഷയമായാലും, മക്കളുടെ ആരോഗ്യ വിഷയമായാലും സുബ്രഹ്മണ്യ പ്രീതി വളരെയധികം ഗുണകരമാകുന്ന ഒരു പ്രാർത്ഥനയാകുന്നു, മന്ത്രമാകുന്നു. നാളത്തെ നക്ഷത്രവും ശക്തമായ അവിട്ട നക്ഷത്രമാകുന്നു. വെളുത്തപക്ഷത്തിലെ ഷഷ്ടിയിലെ അവിട്ട നക്ഷത്രം വളരെ ഗുണകരമായ നക്ഷത്രമാകും. അതിനാൽ നാളെ എല്ലാ ശുഭകാര്യങ്ങളും, ഭൂമി സംബന്ധിച്ചുള്ള ക്രയവിക്രയങ്ങളായാലും റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ അവിട്ടം വളരെയധികം ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾക്ക് പുതിയ സംരംഭങ്ങളൊക്കെ വേണമെങ്കിൽ നാളത്തെ ദിനം ശ്രമിക്കാം, ഉത്സാഹിക്കാം, ലോണിന് അപേക്ഷിക്കാം. ഈ രീതിയിൽ വളരെയധികം ഗുണകരമായ ദിനമാകുന്നു നാളത്തെ ദിനം. നാളെ 11 മണി മുതൽ 12:30 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. നാളത്തെ രാഹുകാലം 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം 9:34 മുതൽ 11:04 വരെയുള്ള സമയം രാഹുകാലമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണക്കാക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.